ഹായ് ഓൾ, ഏവർക്കും വോയിസ് ഓഫ് ഡോക്ടർ കെ യൂസഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ജൂൺ 19 കേരളമെമ്പാടും നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനുമായിരുന്ന PN പണിക്കരുടെ ഓർമ്മ ദിനമാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടിയാണ് കേരളമെമ്പാടും വായന ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് പോലും അദ്ദേഹത്തെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ദേശീയ വായന ദിനമായി ജൂൺ 19 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ വായനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. എന്തിനാണ് വായിക്കുന്നത്? വായിച്ചാൽ എന്താണ് കിട്ടുന്നത്? ചില സംശയങ്ങൾ വേറെ ഭാഗത്തു നിന്ന് വരുന്നു. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്, അതുകൊണ്ട് വായനയുടെ പ്രസക്തി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള തർക്കങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുകയാണ്. എന്തു പറഞ്ഞാലും നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ അല്ലെങ്കിൽ മൾട്ടിമീഡിയ യുഗത്തിലും വായന വളരെ സമ്പന്നമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് വായിക്കുന്ന രീതിയും തലവും മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അവിടെ വായന സുഖമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹിയറിങ്, അതായത് നമ്മൾ കേൾവി മാത്രമായി വായന പരിമിതപ്പെടുത്തുകയാണ്. വായിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? വായിക്കാത്തവരും വായിച്ചവരും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ മഹാനായ എഴുത്തുകാരനായ ഡോസ്റ്റോവ്സ്കിയെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, നന്മയുടെ മുകളിൽ എന്തുകൊണ്ട് തിന്മകൾ ഉണ്ടാകുന്നു, വളരെ ചിന്തോദ്ദീപമായ ഒരു വാക്കാണ്. നമ്മൾ എന്തിനാണ് സാഹിത്യം വായിക്കുന്നത്? ഇൻഫർമേഷൻ മാത്രം വായിച്ചാൽ പോരെ. ഒരുപാട് ഇൻഫർമേഷനുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാമൂഹ്യ വിവരങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് സാഹിത്യം വായിക്കുന്നത്? എന്തിനാണ് കവിത വായിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നാടകം വായിക്കുന്നത്? എന്തിനാണ് പ്രബന്ധം വായിക്കുന്നത്? വാസ്തവത്തിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം 6 ലക്ഷം മണിക്കൂറാണ് മനുഷ്യന് ഈ ഭൂമിയിൽ ആയുസ്സുള്ളൂ എന്നുള്ളതാണ്. 6 ലക്ഷം അതിൻ്റെ മാക്സിമം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താനേ നശിച്ചു പോകും. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ആയുസ്. ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും, എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, എത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് ചിന്തിക്കാൻ കഴിയും. ഇവിടെയാണ് വായനയുടെ പ്രസക്തി എന്ന് പറയുന്നത്. വായിക്കുമ്പോൾ, പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ നിന്ന് അകന്ന്, നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത മനുഷ്യരെക്കുറിച്ചും ഇടങ്ങളെക്കുറിച്ചും നമുക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഒരു മനുഷ്യായുസ് കൊണ്ട് ഇത് മുഴുവൻ മനസ്സിലാക്കാൻ ഉള്ള ഒരു സമയം നമുക്കുണ്ടായിരിക്കില്ല. അപ്പം വായന അതൊരു അനുഭവമാണ്. അത് നമ്മളിൽ ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കുന്നു. ആ ഓർമ്മകൾ നമ്മളിൽ ചിന്ത ഉളവാക്കുന്നു. ആ ചിന്തയിലൂടെ നമ്മൾ എന്ന വ്യക്തിയെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ലോകത്തെ കുറെ കൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് വായനയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിതവുമായി ഒതുങ്ങിക്കഴിഞ്ഞു കൂടുമ്പോൾ നമ്മൾ പലപ്പോഴും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ്. ആ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഫോക്കസിങ് ആണ്. മറിച്ച് വായന നമുക്ക് വിശദമായ ഒരു ലോകത്തെ കാണിച്ചു തരികയാണ്. ഈ ലോകത്ത് ഇന്നതെല്ലാം ഉണ്ട്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന രീതി ഏതാണ്, അതിൽ നമുക്കുള്ള സ്ഥാനം എന്താണ്, ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ആരെല്ലാം എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മളെങ്ങനെ നമ്മളായി. ഇപ്പം നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചില ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്. നിങ്ങളോർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായി. നമ്മൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന ചില ഉത്തരങ്ങൾ അവിടെ കൊടുക്കുകയാണ്. അവിടെ നമുക്ക് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നമുക്ക് എഴുതി തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ ആ ഉത്തരം കൊടുക്കുന്നത്.
ഇതിൽ നമ്മുടെ ഒരു മനോവ്യാപാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വായന, മറ്റൊരാൾ എഴുതിയ പുസ്തകം നാം വായിക്കുമ്പോൾ ആ എഴുത്തുകാരനുമായി നമ്മളൊരു സംവാദം നടക്കുകയാണ്, ഒരു വാദപ്രതിവാദം നടക്കുകയാണ്, തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. ആ തർക്കത്തിലൂടെ നമ്മിൽ ഒരു ബോധം ഉരുത്തിരിഞ്ഞു വരികയാണ്. ആ ഉരുത്തിരിഞ്ഞു വരുന്ന ബോധത്തിൻ്റെ ഭാഗമായാണ് നാം കൂടുതൽ വസ്തുതകളിലേക്ക് അന്വേഷിച്ചു പോകുന്നത്. പലപ്പോഴും പല വാക്കുകൾ, പുതിയ വാക്കുകൾ പോലും നമുക്ക് വായനയിലൂടെയാണ് ലഭിക്കുന്നത്. ആ അനുഭവമാണ് ഓർമ്മകളായി നാം സൂക്ഷിക്കുന്നത്. അങ്ങനെ ഭാവിയിലേക്കുമുള്ള ഒരു നിക്ഷേപമായും വായനയെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇത് പുതിയ പദങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അവിടെ കൊണ്ടുവരുന്ന മെനുവിലെ വിഭവങ്ങളൊന്നും പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് പുതിയ തലമുറക്കാണെങ്കിൽ അത് വേഗം മനസ്സിലാകും. ഇത് എന്ത് രൂപത്തിലിരിക്കുന്നു, ഇത് ഏത് മാതിരിയാണ്, ഇതിൻ്റെ സ്വാദെന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേര് പോലും, ആ ഒരു വസ്തു കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ മലയാളത്തിലെ ആദ്യ നോവലായ 1889 ഒ ചന്തുമേനോൻ ഇന്ദുലേഖ രചിക്കുന്നത്. ഇന്ദുലേഖയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വരവോടുകൂടി ഇന്ത്യയിൽ ഉണ്ടായ, അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചുണ്ടായ മാറ്റങ്ങളും അതിൽ പഴയ സമൂഹം അല്ലെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന അന്നുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസവും ബോധവും അതിനെ എങ്ങനെ സ്വീകരിക്കപ്പെട്ടു, അതിനെ എങ്ങനെ കണ്ടു എന്നുള്ളത് വളരെ മനോഹരമായി അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതോടുകൂടിയാണ് നമ്മുടെ കാര്യങ്ങളാകെ കുഴപ്പത്തിലായത്. ഇന്ദുലേഖ ഇംഗ്ലീഷ് പഠിച്ചില്ലായിരുന്നുവെങ്കിൽ അവൾ നല്ല ഒരു കുട്ടിയായി മാറിയേനെ. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികളുടെ രീതി തന്നെ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാത്തവരും അത് ആവർത്തിച്ചു പോരുന്നു. ഇതാണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണം. അതായത് സ്പിന്നിങ് മില്ലിനെ പറ്റി, അതായത് നൂൽക്കമ്പനിയെ പറ്റി ചന്തുമേനോൻ പരാമർശിക്കുന്നുണ്ട്. അത് കഥാപാത്രങ്ങളിലൂടെ അത് വാക്കുകളായി പറയുകയാണ്. അതിൽ കേശവൻ നായർ പറയുകയാണ്, എന്തൊരു അത്ഭുതമാണ് ഈ നൂൽക്കുന്ന യന്ത്രം, അത് വെറും ചക്രം മാത്രമാണ്. അവിടെ പുകയുണ്ടാകുന്നു, ഈ പുകയാണ് ഈ ചക്രത്തെ പ്രവർത്തിക്കുന്നത്. ഈ ഇംഗ്ലീഷുകാരാണെങ്കിൽ ഒന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഇതെന്തൊരു മഹാ അത്ഭുതമാണ്. ആ മില്ലിന് ഒരു വാലുണ്ട്, ഏകദേശം നമ്മുടെ കൊടിമരം പോലെ ഇരിക്കും ആ വാല്. അതായത് അതിൻ്റെ ആ പുകക്കുഴലിനെയാണ്. ഇത്രയും വലിയൊരു പുകക്കുഴൽ അന്ന് കണ്ടിട്ടില്ലാരും. വീടുകളിൽ പോലും അന്ന് പുകക്കുഴലില്ല. അതിൽ നിന്ന് പുക പോകുന്നത് എന്തോ മന്ത്രവാദമോ മാരണമോ ആണ്. ഈ പുക കൊണ്ടാണ് ഈ യന്ത്രം പ്രവർത്തിക്കുന്നത്, അവരുടെ ധാരണകളാണ്. അത് ഇന്ദുലേഖയെ പോലുള്ള കുട്ടികൾ, വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ ഇത് മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ദുലേഖ പറയുകയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തീവണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അധ്യാപകൻ പറഞ്ഞു തന്നിരുന്നു. അത് ആവി കൊണ്ടാണ്, പുക കൊണ്ടല്ല. ആവി ചൂടാക്കുമ്പോൾ, വസ്തുക്കൾ കത്തിക്കുമ്പോൾ തീയുടെ ഒരു ഉപോൽപ്പന്നമാണ്, തീയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് പുക എന്ന് പറയുന്നത്. ആ പുകയാണ് ഈ പുറന്തള്ളുന്നതെന്ന് പറഞ്ഞപ്പോൾ കേശവൻ നായർ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഇത് വെറും വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുതിയ സമ്പ്രദായങ്ങൾ, ആധുനിക സയൻസിൻ്റെ വികാസപരമായി ഉണ്ടായിരിക്കുന്ന പരിവർത്തനങ്ങളെ
ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വ്യവസ്ഥയിലായിരുന്നില്ല നമ്മളാരും. അതിന് പേര് പോലും അതിന് വാലെന്നാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഈ വായനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ നോവൽ എഴുതിയ ആ മഹാപ്രതിഭാശാലിയുടെ ആ പുസ്തകം നമ്മൾ ഇന്ന് വായിക്കേണ്ടതാണ്. അത് വായിച്ചിരിക്കണം. അപ്പോൾ വായന നമ്മളെ പല അത്ഭുതങ്ങളിലേക്കും പല പരിവർത്തനങ്ങളിലേക്കും, നമ്മൾ എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസം നാം ക്രമേണ നേടി വന്നത്. അവിടെ സാഹിത്യം വളർന്നു, അവിടെ കവിതയുണ്ടായി, അവിടെ സംഗീതമുണ്ടായി, അങ്ങനെ പല പുരോഗമനപരമായ പ്രസ്ഥാനങ്ങളും അവിടെ വളർന്നു വരികയാണ്. അത് സാധാരണ മനുഷ്യനിലേക്ക് അത് വ്യവഹരിച്ചു എന്നുള്ളതാണ്, അത് പകർന്നു ചെന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ആ ഗ്രന്ഥകർത്താവിൻ്റെ ചിന്താഗതികളെ നമ്മിലേക്ക് പകർത്തുകയാണ്. ഇതുപോലെ നാം വായിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നാം എഴുതുന്ന ഘട്ടത്തിൽ നമ്മുടെ ചിന്തകളെ നാം കണ്ട ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിൻ്റെ വശങ്ങൾ അപരനിലേക്ക് ചെല്ലുകയാണ്. ഇങ്ങനെ നമ്മൾ എഴുത്തുകാരനും നമ്മളും തമ്മിൽ, അല്ലെങ്കിൽ നമ്മളും വായനക്കാരനും തമ്മിൽ ഒരു പാരസ്പര്യം ഉണ്ടാകുന്നു. ഇത് മനുഷ്യൻ്റെ വികാസത്തിലും പുരോഗമനത്തിലും വളർച്ചയിലുമെല്ലാം ഈ വായന വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളതാണ്. അത് സാഹിത്യമായാലും കവിതയായാലും. അതായത് ഒരു മഹാനായ കവി പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാമായിരുന്നെങ്കിൽ കവിത വേണ്ട. നമ്മുടെ എല്ലാ വികാരങ്ങളെയും നമുക്ക് വാക്കുകളിലൂടെ പലപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇമോജികൾ ഉപയോഗിച്ചിട്ടാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. കാരണം ഈ ഇമോജി എന്താണ് സംവേദനം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. എന്തോ ഒരു ചിഹ്നം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, എല്ലാം എളുപ്പത്തിലായി എന്നുള്ളതാണ്. അത് കൃത്യമായ വാക്കുകളിലാക്കി പകർന്നു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു ടൂളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ മാറപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും വായനയും എഴുത്തും രചനയും അതുപോലെ തന്നെ വായനയുമെല്ലാം ഇന്ന് വളരെ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വായനയുടെ പ്രസക്തി എന്ന് പറയുമ്പോൾ കുഞ്ഞുണ്ണി മാഷ കവിതയൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷേ വായിച്ചാൽ വിളയുകയാണ്. നമ്മൾ കൂടുതൽ വളരുന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പുരോഗമനപരമായ ആശയങ്ങളിലേക്കും ചിന്തകളിലേക്കും നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ഭൂമിയുടെ സംവിധാനം, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, നമ്മളും പ്രപഞ്ചവുമായി ഉള്ള ബന്ധം, നമ്മുടെ പ്രപഞ്ചത്തെ നിലനിർത്തണമെങ്കിൽ പ്രകൃതിക്ക് യാതൊരു നിയമവും ഇല്ല പ്രപഞ്ചത്തെ നിലനിർത്തണമെന്ന്. അതാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രകൃതിയെ എങ്ങനെ നിലനിർത്തണം, ആഗോള തപനത്തെ എങ്ങനെ നിലനിർത്തണം, നമ്മുടെ വന്യജീവികളെ എങ്ങനെ സംരക്ഷിക്കണം, നമ്മുടെ പരിസരം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം, ഇതാണ് നമ്മളിലൊക്കെ ഉണ്ടാകേണ്ട ഒരു ഉൾബോധം. ആ ബോധം ഉണ്ടാകുന്നതിന് നമ്മൾ പല കാര്യങ്ങളും, സാമൂഹ്യ ശാസ്ത്രങ്ങളായാലും പിന്നെ ഇൻഫോർമേഷൻ ആയാലും, അതിനപ്പുറം നമ്മളെ വാക്കുകളിലൂടെ വിവരിക്കാൻ നമുക്ക് കഴിയാത്ത സാഹിത്യങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും നാം തുടർച്ചയായി വായിച്ചുകൊണ്ടിരിക്കുന്ന തലച്ചോറ് എപ്പോഴും ആക്റ്റീവായിക്കൊണ്ടിരിക്കും. വായന ഇല്ലാത്തതൊരു തലച്ചോറിൽ പലപ്പോഴും പഴയ ആശയങ്ങൾ അത് ദൃഢമായി നിൽക്കുകയും പുതിയതിനെ സ്വീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ജനറേഷൻ ഗ്യാപ്പ് പോലും ഇല്ലാതാക്കാൻ പുതിയ വായനയെ, അല്ലെങ്കിൽ ആധുനിക കാലത്തുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന വായനയെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ, നാം നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നമുക്ക് കഴിയുമെങ്കിൽ സർഗാത്മകമായ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രചിച്ച് നമ്മുടെ ചിന്തകളെയും അന്യരിലേക്ക് വ്യാപരിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെയാണ് സാമൂഹ്യ ബോധമുണ്ടാകുന്നത്, സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ പലപ്പോഴും പരസ്പരം കൈമാറിക്കൊണ്ടും അതുപോലെ തന്നെ
സംഘം ചേർന്നുകൊണ്ടും നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം, നമ്മുടെ നിലനിൽപ്പ്, മനുഷ്യൻ്റെ നിലനിൽപ്പ് ഈ ഭൂമിയിൽ എങ്ങനെ സുഗമമായി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഭൂമി കൈമാറാൻ സാധിക്കും, ഇതുപോലുള്ള ഉത്ബോധങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തീർച്ചയായും വായന വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്ന് പലർക്കും വായിക്കാൻ നേരമില്ല, അത്രയ്ക്ക് തിരക്കാണ്. കുട്ടികളെ പോലും വായന പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് വായിക്കാൻ വേണ്ട പുസ്തകങ്ങളോ ചെറുപ്പത്തിലെ വീടുകളിൽ പോലും അത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനം വരുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് ഇത്തരം ദിനങ്ങളിൽ നമ്മുടെ PN പണിക്കരുടെ ഈ ഓർമ്മ ദിനത്തിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വായനയെക്കുറിച്ച് വലിയ പ്രഭാഷണങ്ങൾ, വലിയ ക്വിസുകൾ, ചിത്രരചനകൾ ഇതെല്ലാം നടക്കുന്നുണ്ടാവും. അത് കേവലം ഒരു ദിവസത്തേക്ക് മാത്രം ഒതുക്കാതെ നമ്മുടെ ഒരു ദിനചര്യയായി, ഒരു ജീവിതചര്യയായി വായനയെ നാം തീർച്ചയായും എടുത്തേ മതിയാകൂ. വായനയിലൂടെയാണ് നമുക്ക് പലപ്പോഴും തലമുറകൾ തമ്മിലുള്ള വിടവുകൾ നികത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുതിയ തലമുറക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാകും. പഴയ തലമുറക്ക് പലപ്പോഴും പല വാക്കുകൾ, അതിൻ്റെ രൂപം, അതിൻ്റെ ആകൃതി, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രവർത്തനം, ഇതൊന്നും മനസ്സിലാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭൂമി എങ്ങനെ ഈ സ്പേസിൽ നിൽക്കുന്നു എന്നൊരു കുട്ടിയെ ചിന്തിപ്പിക്കാൻ നാം ചെറുപ്പത്തിലെ പ്രേരിപ്പിക്കണം. പാശ്ചാത്യ എഴുത്തുകാരനായ ബിൽ ബ്രൈസൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ വിവരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രപഞ്ചത്തിലെ നാനാവിധ ഗോളങ്ങളെയും ഗാലക്സികളെയും അവ എങ്ങനെ ഉണ്ടായി അതിൻ്റെ പഠനങ്ങൾ വളരെ വിശദമായി അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അതിൽ ഭൂമിയുടെ ചുറ്റളവ് അളക്കാൻ പോയ ഒരു കഥ, വളരെ രസകരമായ ഒരു കഥയാണ്. ആദ്യമായി പലരും ഭൂമിയുടെ ചുറ്റളവ് അളക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഫ്രാൻസിൽ നിന്ന് മെക്സിക്കോയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഭൂമിയുടെ അർദ്ധഗോളത്തിൻ്റെ ചുറ്റളവെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ ആ നാട്ടിൽ ചെന്നപ്പോൾ കാലഘട്ടം നോക്കണം. ആ നാട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അവസ്ഥ, അവിടുത്തെ ജനങ്ങൾ ഒരു ആൾ പോലും ഈ സംഘത്തെ സ്വീകരിച്ചില്ല. അവരെ വഴക്ക് പറഞ്ഞ് അവരെ തല്ലി ഓടിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഇതുപോലെ തന്നെ പല ഡിസ്കവറികൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരുന്ന യാതനകൾ, പ്രയാസങ്ങൾ, എത്ര ത്യാഗങ്ങൾ അനുഭവിച്ചാണ് മനുഷ്യൻ നമുക്ക് വേണ്ടി, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി പലതും കണ്ടുപിടിച്ചത്. അങ്ങനെ പലർക്കും അപായം വരെ സംഭവിച്ചു പോയിട്ടുണ്ട്, മരണം വരെ സംഭവിച്ചു പോയിട്ടുണ്ട്, ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള ചരിത്രങ്ങൾ, ശാസ്ത്ര ചരിത്രങ്ങളായാലും സാമൂഹ്യ ചരിത്രങ്ങളായാലും മറ്റു തരത്തിലുള്ള സാഹിത്യവും എല്ലാം നാം നിരന്തരമായി വായിച്ച് ശേഖരിച്ച് നമ്മുടെ തലമുറക്ക് വേണ്ടതായ എല്ലാ വിഭവങ്ങളും നമ്മൾ ഒരുക്കി വെച്ച് ഉത്തമ മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.